അസ്സാം വലൈക്കും വറഹമത്തുള്ള. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സജ്ജാദ് ബിൻ അബ്ദുൾ റസാഖ്. ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മുടെ കൂടെയുള്ളത് ബഹുമാന്യനായ സഹോദരൻ ഷബീറാണ്. SIR നമ്മളെല്ലാവരും കേട്ട ഒരു പ്രയോഗമാണത്. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറഞ്ഞാൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണത്. ഇതുമായി ബന്ധപ്പെട്ട് പല തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ഒരുപാട് വ്യാകുലതകൾ, ഒരുപാട് ആശങ്കകൾ നമുക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. എന്താണ് ഇത്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ ഇത് കേരളമടക്കം 12 സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പിലാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതിൽ സംഭവിക്കാൻ പോകുന്നത്? ഇതിൻ്റെ പിന്നിലുള്ള അജണ്ടകൾ എന്താണ്? അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇൻഷാ അല്ലാ. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ഹ്രസ്വമായ രൂപത്തിൽ, നമുക്ക് ഗ്രാഹ്യമായ രൂപത്തിൽ തന്നെ സഹോദരൻ ഷബീർ നമ്മുടെ മുമ്പിൽ അത് വിശദീകരിച്ച് നൽകും. നമുക്ക് അദ്ദേഹത്തിലേക്ക് പോകാം. വാലൈക്കും അസ്സലാം വറഹമത്തുള്ള. കേരളം അടക്കം 12 സംസ്ഥാനങ്ങളിൽ SIR നടപ്പാക്കാനുള്ള നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവസാനമായി SIR നടപ്പിൽ വരുത്തിയത് 2002 അതുകൊണ്ട് തന്നെ 2002 പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക മാനദണ്ഡമാക്കിയാണ് പുതിയ പരിഷ്കരണവും നടപ്പിലാക്കുന്നത്. അതിന് രണ്ട് വോട്ടർ പട്ടികകൾ താരതമ്യം ചെയ്തതിന് ശേഷമാണ് പുതിയ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അതിന് ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2002 നമ്മുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനായി നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് www.ceo.kerala.gov.in എന്ന സൈറ്റിലേക്ക് നമ്മൾ കയറുകയും നമ്മുടെ പേര്, വീട്ടുപേര്, നമ്മുടെ ജില്ല, നമ്മുടെ മണ്ഡലം എന്നിവ നമ്മൾ നൽകുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമാകും. ആ ലഭ്യമാകുന്ന വിവരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചില ആൾക്കാർ ഇപ്പം 2008 മണ്ഡല പുനർനിർണയം അഥവാ ഡീലിമിറ്റേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഡീലിമിറ്റേഷൻ്റെ ഭാഗമായി ചില ആൾക്കാർ മണ്ഡലം മാറിയിട്ടുണ്ടാവും. ഇപ്പം അഥവാ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം എന്ന മണ്ഡലം ഇപ്പം നിലവിലില്ല. പല ആൾക്കാരും കോട്ടക്കൽ മണ്ഡലത്തിലേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പം ഇപ്പോൾ നിലവിൽ കോട്ടക്കൽ മണ്ഡലത്തിലുള്ള ആൾക്കാർ, എല്ലാവരും അല്ല, നിലവിൽ കോട്ടക്കൽ മണ്ഡലത്തിലെ ആൾക്കാർ ഏത് മണ്ഡലത്തിലാണ് മുന്നേ ഉണ്ടായതെന്ന് നമ്മൾ പരിശോധിക്കുക. കുറ്റിപ്പുറാണെങ്കിൽ കുറ്റിപ്പുറം മണ്ഡലത്തിലെ 2002 വോട്ടേഴ്സ് ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുകയും അതിൽ നമ്മുടെ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ പേരുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പേരുണ്ട് എങ്കിൽ ആ ലിസ്റ്റ് നമ്മളിപ്പോൾ ഇനുമറേഷൻ ഫോം എന്ന ഫോമുമായി ഈ വരും ദിവസങ്ങളിൽ BLOമാർ നമ്മൾ വീട്ടിലേക്ക് വരും. അപ്പം നമ്മൾ എന്ത് കൊടുക്കുക? അതിൽ നമ്മളെ ലിസ്റ്റ് സീരിയൽ നമ്പർ നമ്മൾ കൊടുത്താൽ മതിയാവും. സീരിയൽ നമ്പർ കൊടുക്കുക, നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ 2002 ലിസ്റ്റിൽ നമ്മൾ പേരുണ്ടല്ലോ, അതുകൊണ്ട് നമ്മളൊരു ഫോം കൊടുക്കണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ പാടില്ല. കാരണം എനുമറേഷൻ ഫോം കൊടുത്താൽ മാത്രമേ നമ്മളെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ വരത്തുള്ളൂ. ഓക്കെ. ഇനി രണ്ടാമതായി നമ്മളെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ല, 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ല. നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ceo.kerala.gov.in കയറുക. നമ്മുടെ രക്ഷിതാക്കളുടെ പേരുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നമ്മൾ രക്ഷിതാക്കളുടെ പേര് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ നമ്മളോ അല്ലെങ്കിൽ നമ്മളെ രക്ഷിതാക്കളോ സൈൻ ചെയ്ത് കൊടുത്താൽ മതിയാവും, നമ്മളെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ആഡ് ചെയ്യപ്പെടും. ഇനിയിപ്പോൾ മൂന്നാമത്തെ കേസ് പറയുന്നത്, നമ്മളെ പേര് 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ല. അപ്പോൾ 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ല, പക്ഷെ നമുക്ക് ഇനുമറേഷൻ ഫോം ലഭ്യമാവും BLO മുഖാന്തരം. അതിനെന്ത് വേണം? നമ്മളിപ്പോൾ അവസാനമായി പ്രസിദ്ധീകരിച്ച വോട്ടേഴ്സ് ലിസ്റ്റിൽ 2025 ഒക്ടോബർ 27 വരെയുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മളെ പേരുണ്ടെങ്കിൽ നമുക്ക് ഇനുമറേഷൻ ഫോം ലഭ്യമാവും. ഇനുമറേഷൻ ഫോം ലഭ്യമാവുന്ന മുറക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അതിൽ നമ്മൾ 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല എന്ന് രേഖപ്പെടുത്തുകയും BLO ആവശ്യപ്പെടുന്ന രേഖകൾ നമ്മൾ ലഭ്യമാക്കുകയും ചെയ്യണം. അതനുസരിച്ച് അവർ ചെക്ക് ചെയ്ത് നമ്മളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ആഡ് ചെയ്യും. അതിനിപ്പോൾ പ്രവാസികളുടെ കാര്യത്തിലേക്ക് കിടന്നാൽ, പ്രവാസികൾ എല്ലാവരും ഇപ്പം വീടൊക്കെ പൂട്ടി ഇവിടെ ബഹ്റൈനിലുള്ളവരാണെങ്കിൽ ബഹ്റൈനിൽ, അല്ലെങ്കിൽ വിദേശത്ത് വേറെ എവിടെയെങ്കിലും ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എനുമറേഷൻ ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മളെ പ്രീ പ്രിന്റഡ് ആയിട്ടുള്ള നമ്മളെ ഡീറ്റെയിൽസ് ഒക്കെ, ഡാറ്റയൊക്കെ ഉള്ള എനുമറേഷൻ ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ സൈൻ ചെയ്ത്, അത് നമ്മുടെ പേര് 2002 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട ലിങ്ക് നവംബർ 4 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രസിദ്ധീകരിക്കുന്നതാണ് ഇതുവരെ അറിയിച്ചിട്ടുള്ളത്. അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കും. കൂടാതെ നമ്മുടെ നാട്ടിലുള്ള ബന്ധുക്കളെ, അല്ലെങ്കിൽ അവിടെ നമ്മൾ ചുമതലപ്പെടുത്തിയ ബന്ധുക്കളെ നമ്മളത് അറിയിക്കുക. അവർ BLO ആയിട്ട് ബന്ധപ്പെടുക. ഇനിയിപ്പോൾ നമ്മൾ BLO നമ്മളെ വീട്ടിൽ വന്നില്ല, ഇനുമറേഷൻ ഫോം വിതരണം ചെയ്തില്ല എങ്കിലോ, നമ്മുടെ www.ceo.kerala.gov.in/BLO ലിസ്റ്റ് എന്ന് നമ്മൾ
അടിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ പ്രദേശത്തുള്ള BLOന്റെ ഡീറ്റെയിൽസ് കിട്ടും. അവരെ വിളിച്ച് നിർബന്ധമായി നമ്മുടെ ഇനോമറേഷൻ ഫോം വാങ്ങുക. അത് എന്നിട്ട് നമ്മളെ വീട്ടുകാരോട് പറയാ, ഇങ്ങനെ നിങ്ങൾ ഈ BLOനെ വിളിക്കുക, നമ്മളത് വാങ്ങുക, എന്നിട്ട് സൈൻ ചെയ്ത് കൊടുക്കുക. നമ്മളല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ടായാലും സൈൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം 2002നും 2025 ഒക്ടോബർ 27നും വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മളെ പേരില്ലെങ്കിൽ നമുക്ക് ഇനുമറേഷൻ ഫോം ലഭ്യമാകുന്നതല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ താഴെ കൊടുത്ത സൈറ്റിൽ കയറുക. ECI കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യന്റെ സൈറ്റിൽ കയറുകയും നമ്മൾ ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയ ആൾക്കാരാണെങ്കിൽ ഫോം 6 എന്നതിൽ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത് വോട്ടേഴ്സ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. ഇപ്പം വിദേശത്താണെങ്കിലോ, വിദേശത്ത് താമസമാക്കിയ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഫോം 6A എന്നൊരു ഫോമിൽ നമ്മൾ ഫില്ല് ചെയ്യുകയും അത് അപ്ലൈ ചെയ്യുകയും അതിനുശേഷം നമ്മുടെ BLO വെരിഫിക്കേഷൻ ആവശ്യമായി BLO നമ്മളെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ കാര്യങ്ങൾ അവിടെ ഉള്ളവർ, അത് നമ്മൾ ഇവിടെ ജീവിക്കുന്ന ആളാണ്, നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ബന്ധുവാണ്, കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുത്ത് സൈൻ ചെയ്ത് കൊടുത്താൽ തന്നെയും നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ആഡ് ചെയ്യപ്പെടുന്നതാണ്. ഇത്രയാണ് നമുക്കിതിൽ പറയാനുള്ളത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എനുമറേഷൻ ഫോം ലഭ്യമാവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ വീട്ടിൽ ലഭ്യമാകുന്നുണ്ടോ, അതിന് വേണ്ടത് നമ്മൾ ഈ 2 വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മളെ പേരുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. 2002ലും 2025 ഒക്ടോബർ 27 മരവിപ്പിച്ച വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മളെ പേരുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത്. ഇത്രയാണ് ഈ SIRമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ പ്രക്രിയയിൽ പങ്കാളിയാകുക, വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടാവുക, നമ്മുടെ സമ്മതിദാനാവകാശം ഉപയോഗിക്കുക, അഥവാ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നമ്മൾ ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടാവുക എന്നുള്ളത് നമ്മളൊരു പൗരനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർബന്ധമായും നമ്മൾ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അതിൽ നിർബന്ധമായും ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇതൊക്കെ നമ്മൾ എന്തിനു നോക്കണം? നമ്മളില്ലെങ്കിൽ എന്താ, നമ്മളിപ്പം വോട്ട് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മാറിയിരിക്കുന്നവർ ഇനിയും കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ അതിൻ്റെ പിന്നാലെ ഓടേണ്ടി വരും. അതാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. എല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. എനുമറേഷൻ ഫോം ലഭിച്ചോ എന്ന് ശ്രദ്ധിക്കുക. നാട്ടിലാരും ഇല്ലാത്തവർ അപ്ലോഡ് ചെയ്തതിനു ശേഷം വീട്ടിൽ അറിയിക്കുക. വീട്ടിലുള്ളവർക്ക് ഇതിൻ്റെ ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെ എനുമറേഷൻ ഫോം വരുന്നുണ്ട്, അതിൽ സൈൻ ചെയ്ത് കൊടുക്കണം, നമ്മൾ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇത്രയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. എല്ലാവരും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലോ രേഖപ്പെടുത്തിയാൽ നമ്മൾ അതിൻ്റെ റീപ്ലൈ തരുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.